എനിക്ക് ലഭിക്കാതെ പോയൊരു സൗഭാഗ്യം അവർക്കുണ്ട്. ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനും പ്രസവിക്കാനും കഴിയുന്നത് ഒരമ്മയുടെ ഭാഗ്യം. അതൊക്കെ നഷ്ടപ്പെട്ടവളല്ലേ ഞാൻ. അതിൻ്റെ ഒരു അസൂയ. അവരെ കാണാന്നുള്ളത് അബിയുടെ ആഗ്രഹമല്ലേ? ഒന്നുപോയി കാണുന്നതിനെന്താ? അത് വേണ്ട ആനന്ദ്. ആനന്ദ് പോയി കണ്ടിട്ട് അവരെക്കുറിച്ച് എന്നോട് പറഞ്ഞാൽ മതി. എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവരാ. അവരോട് എനിക്ക് അസൂയം കുശുമ്പും തോന്നാൻ പാടില്ല. അതുകൊണ്ട് ആനന്ദ് പോയിട്ട് വാ. അബിക്ക് അതാണ് താല്പര്യമെങ്കിൽ ഞാൻ മാത്രം പോയി കാണാം. ഞാൻ കണ്ടിട്ട് അവരെ കുറിച്ച് പറഞ്ഞുതരാം. അതുവരെ ഞാൻ കാത്തിരിക്കും. അബി, ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. അതെ, ഹരിയേട്ടൻ അടുത്തേക്ക് തന്നെ പോകുന്നത്. ശരി, ഞാൻ ഹരിയേട്ടനെ കണ്ടിട്ട് വിളിക്കാം. ഓക്കെ. എന്താടാ പിന്നെ അബി വരാഞ്ഞ്? ഏയ്, വന്നില്ല. എന്തു പറ്റി? വയ്യാതിരിക്കണോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് അവരെ കാണണ്ടാന്ന്. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? അവരെ കണ്ട അവൾക്ക് അസൂയ തോന്നും പോലും. അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ചില നേരത്ത് അവളിങ്ങനെ ചില ഭ്രാന്തികളൊക്കെ ഉണ്ട്. മറുത്തൊരക്ഷരം പറയാൻ സമ്മതിക്കാതെ നമ്മളെങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. എടാ, നിനക്കൊരു കാര്യം അറിയോ? അബിയുടെ സൂക്കേട് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയാ. അബി അത് തുറന്നു പറഞ്ഞു. മറ്റുള്ളവരത് പറയുന്നില്ല. അത്രയേ ഉള്ള വ്യത്യാസം. ഇപ്പോ ഏതായാലും എന്റെ ഉത്തരവാദിത്വം കൂടിയിരിക്കുക. അതെന്താടാ? ഞാൻ പോയി കണ്ട് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞാ ചിലപ്പോ അബി വന്ന് കാണും. അപ്പോ അവരെ എങ്ങാനും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ? എടാ, അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല. അത് നിനക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും. അഭിരാമി ഇപ്പോ വലിയ സന്തോഷത്തിലാ. അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോ എനിക്കെന്തോ ചെറിയൊരു പേടിയാ ഹരിയേട്ടാ. അവള് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാ ചോദിക്കുന്നത്. ആ സ്ത്രീയെക്കുറിച്ചാ കൂടുതൽ അറിയേണ്ടത്. അവരുടെ രൂപം, മുടി, സൗന്ദര്യം. ഞാൻ എന്താ പറയാ ഹരിയേട്ടാ, ഞാൻ അവരെ കണ്ടിട്ടില്ലല്ലോ. എല്ലാറ്റിനും മുക്കി മൂളി അങ്ങ് മറുപടി പറയും. എടാ, നീയും അബിയും ഭയപ്പെടുന്നത് പോലെ അവരൊരു മോശപ്പെട്ട സ്ത്രീയല്ല. നല്ല തറവാടുത്തുള്ള സ്ത്രീ അവര്. കുറച്ചൊരറിവ് അവരെ കുറിച്ചുള്ളെങ്കിലും സ്വന്തം മോനെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണല്ലോ അവരിതിന് തയ്യാറായത്. ഇത്രയൊക്കെ പോരടാ ഒരാളെ മനസ്സിലാക്കാനായി. ആ 306 പേഷ്യന്റിന് മെഡിസിൻ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഏതാണെന്ന് സാർ പറഞ്ഞില്ല. ഇതിത്തിരി സമയം എടുക്കുമല്ലോ. ആനന്ദൊരു കാര്യം ചെയ്യും. അവരെ പോയി കണ്ടിട്ട് വാ. ദാ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കാണുന്ന 213 നമ്പർ റൂമിൽ അവരുണ്ട്. ചെല്ല. വരൂ. കഴിക്കും മാധവ.
ഡാ, ഡാ, നീ എന്നെ ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. നിനക്ക് ആ ഡാൻസ് ടീച്ചർ നേരത്തെ അറിയോ? ഹരിയേട്ട അതാരാണെന്ന് ഹരിയേട്ടൻ അറിയോ? ഹരിയേട്ട കരുതുന്ന പോലെ ഒരു ഗതി പരഗതി ഒന്നും ഇല്ലാത്തൊരു ഡാൻസ് ടീച്ചറൊന്നും അല്ല അവള്. അഴകത്തെ ബാലാമണിയാ, ഞങ്ങളുടെ ബാലാമണിയാ. അപ്പോ മാധവൻ അനന്തുവിന്റെ, എന്റെ അനിയന്റെ കുഞ്ഞാ. ആനന്ദൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ അനിയന്റെ കുഞ്ഞാണെങ്കിൽ അവൾ ഈ കാര്യങ്ങളൊന്നും എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഭർത്താവ് മരിച്ചുപോയി അവൾ എഴുതിയിരിക്കുന്നു. ഹരിയേട്ട അവൾ അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താ കാരണം? എനിക്കതറിയണം. ഞാൻ ഇതുവരെ ഹരിയേട്ടനോട് പറയാതിരുന്ന എന്റെ കുടുംബത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നേ. ഞാൻ ആദ്യം ബാലാമണി കാണുന്നത് ഗുരുവായൂർ വെച്ച. എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കണമെന്ന് അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. എന്നുവെച്ചാ അന്നാ ഞാൻ ബാലമണി അവസാനമായിട്ട് കാണുന്നത്. ഹരിയേട്ട ഇപ്പോൾ എനിക്ക് സഹോദരിയാ. അവളാ എന്റെ കുഞ്ഞിനെ. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. വേണ്ട ഹരിയേട്ട, നമുക്ക് എല്ലാം ഇവിടെ വെച്ച് നിർത്താം. എന്തെങ്കിലും കാരണം പറഞ്ഞ് ബാലാമണിയെ ഹരിയേട്ടനൊന്ന് പറഞ്ഞു വിട്. നമുക്ക് മറ്റൊരു സ്ത്രീ അന്വേഷിക്കാം. അഭിരാമിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശരി, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ആലോചിക്കാം. അഭിയോട് കാര്യങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തില് ഒരിക്കലും അവൾക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയില്ല എന്നുകൂടി നീ പറയണം. അതേടാ, ഫസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അന്ന് നീ അഭിരാമിയും കൂട്ടി വന്നതുകൊണ്ടാ ഞാനത് പറയാതിരുന്നേ. പിന്നെ ഇനി ഒരിക്കലും സരോഗേഷൻ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ബാലാമണിയും നീയും തമ്മിലുള്ള റിലേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. അവളും അതേക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. സാരില്ല, നമുക്ക് ബാലാമണിയെ പറഞ്ഞുവിടാം. എന്നിട്ട് പുതിയൊരു സ്ത്രീക്ക് വേണ്ട അന്വേഷണം തുടങ്ങാം. ചിലപ്പോൾ കിട്ടിയേക്കും, കിട്ടാതെ ഇരിക്കാം. അങ്ങനെ കിട്ടാതിരുന്നാൽ കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം തനിക്കില്ലാതെ പോയെന്ന് കരുതി ഡിപ്രഷൻ കൂടി അബി ചിലപ്പോ മരണത്തെക്കുറിച്ച് ഒരാലോചിച്ചെന്ന് പറയാം.
നീ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. ഹരിയേട്ടാ, സത്യമാണോ ഞാൻ പറയുന്നേ? ഇനി ബാലാമണിയല്ല ഏത് സ്ത്രീയാണെങ്കിലും അവരിൽ നമുക്ക് IVF മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ നിന്റെ കുഞ്ഞിനെ അവർ പ്രസവിക്കണം. അത് അഭിരാമിയുടെ കുഞ്ഞായിരിക്കില്ല എന്നാ ഞാൻ പറഞ്ഞേ. ഹരിയേട്ടാ, ഹരിയേട്ടൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എടാ, ജീവിതത്തിൽ നീ പ്രാക്ടിക്കലായിട്ട് കാണാം. അങ്ങനെ കാണാത്ത നിനക്ക് പറ്റിയ പരാജയം. ഇത് ബാലാമണിയാണെന്ന് നീ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? അത്രയും ചിന്തിക്കേ. എന്നുവെച്ചാ നീ ഒന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ വിചാരിച്ചാ മതി. പുതിയ ഒരാളെ കണ്ടുപിടിക്കലൊന്നും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ബാലാമണിയിൽ IVF ചെയ്യുന്നു. നോ, നോ. എങ്ങനെ ചെല്ലടാ, അബിയോടെ എല്ലാം തുറന്നു പറ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരോട് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യേ. അതെ, അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നേ. എല്ലാ കാര്യങ്ങളും ഞാൻ അബിയോട് അങ്ങ് തുറന്നു പറയും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അവളങ്ങ് തീരുമാനിക്കട്ടെ. ആ, വന്നോ? ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. ആനന്ദേ, ഈ ഉടുപ്പ് കണ്ടോ? ഇത് പുതിയതാ. നമുക്കുണ്ടാകുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. കുറച്ച് കളിപ്പാട്ടങ്ങളും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാ അതിനിവിടെ ഒരു കുറവും ഉണ്ടാവരുത്. എന്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് നന്നായി വളർത്തണം. അവരെ പോയി കണ്ടു. കണ്ടോ? കൊച്ചിനെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. കാണാൻ എങ്ങനെയുണ്ട്? എന്താ ആനന്ദ്, എന്തു പറ്റി? അവരെ കാണാൻ സൗന്ദര്യം ഐശ്വര്യമൊന്നും ഇല്ലേ? അബി, ഐശ്വര്യത്തിലും സൗന്ദര്യത്തിലും നല്ലല്ലോ കാര്യം. അവളൊരു മോശം സ്ത്രീയാ. അച്ഛനാരെന്നറിയാതെ പിഴച്ചുണ്ടായ ഒരു സ്ത്രീ. അവക്കുള്ളതും അച്ഛനില്ലാത്ത മോന്. അബി, നമുക്കിത് വേണ്ട. അപ്പോ നമ്മുടെ കുഞ്ഞ്, ഞാൻ നെയ്ത് കുട്ടിയ സ്വപ്നങ്ങൾ എനിക്ക് നീയും നിനക്ക് ഞാനും, അത്രയും മതി.
അതേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. ആനന്ദ്, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അത് ആരെ പ്രസവിച്ചാലും എന്റെ കുഞ്ഞാ. അബി, നീ വെറുതെ ഭ്രാന്ത് പറയരുത്. ഇത് നടക്കില്ല. എനിക്ക് വേണം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് വേണം. അബി, ഏയ് അബി, എന്റെ കുഞ്ഞ്, അബി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അബി, എന്റെ കുഞ്ഞ്, എന്താ എന്റെ കുഞ്ഞ്, അബി, എന്താ ഇത്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ കുഞ്ഞ്. അബി, നീ ഇത്ര പാവായി പോയല്ലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ? ആനന്ദ്, തമാശയ്ക്ക് പോലും ആനന്ദ് ഇങ്ങനൊന്നും എന്നോട് പറയരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ആ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു നല്ല സ്ത്രീയാ. നമ്മുടെ അമ്മയെ പോലെ നല്ല ഐശ്വര്യമുള്ള തറവാടിത്തുള്ള സ്ത്രീ. എന്നാലും നമ്മുടെ ബാലാമണിയുടെ അത്ര ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമുള്ള മുഖം നമ്മുടെ ബാലാമണിയുടേതാ. ബാലാമണി ഇരിക്കേ. അവരെത്തിയില്ലേ ഡോക്ടർ? ഇല്ല. എന്താ വരാന്ന് പറഞ്ഞിട്ട് അവരെ കാണാത്തത്? ഇപ്പോ അവരെ ബാലാമണി കാണണ്ട. അവർക്കും നിങ്ങളെ കാണാൻ ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, കാണണ്ടെന്ന്. ഒരു വിധത്തിൽ നോക്കുമ്പോൾ അതാ ശരി. ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. അവരെ കാണാൻ ശരിക്കും നല്ല ആഗ്രഹമുണ്ട് ഡോക്ടർ. എങ്കിലും സാരമില്ല. ഡോക്ടർ അവരെ കാണുമ്പോൾ എൻ്റെ പ്രാർത്ഥന എന്നും അവരോടൊപ്പം ഉണ്ടാവുമെന്ന് പറയണം. ഞാൻ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിലെ നല്ല മനസ്സിനെ ഞാൻ കാണുന്നു എന്ന് പറയണം. ശരി, പറയാം. ബാലാമണി പറയാതെ തന്നെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അവരോട് പോയി പറയാറുണ്ട്. ബാലാമണിയെക്കുറിച്ച് തിരിച്ചും അവരന്വേഷിക്കാറുണ്ട്. ശരി ഡോക്ടർ, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇത് കഴിക്കേ. ചായ കുടിക്കടാ. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? അവളുടെ സന്തോഷം കണ്ടപ്പോ ഒന്നും അവളോട് തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് വഴക്കിട്ട് നീ ഇറങ്ങിപ്പോയപ്പോ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എടാ, അഭിരാമിയെ നീ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്താ ഹരിയേട്ടാ ചെയ്യേണ്ടത്? ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ട പോലായി എൻ്റെ അവസ്ഥ. അബിയുടെ സന്തോഷം നശിപ്പിക്കാൻ എനിക്ക് വയ്യ. അതേസമയം തന്നെ ബാലാമണിയെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിക്കാനും മനസ്സ് വരുന്നില്ല. ഞാൻ
ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹരിയേട്ടൻ എനിക്കൊരു വഴി പറഞ്ഞതാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നീ വില്ലിംഗ് ആണോ?